അങ്ങനെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വീണ്ടും ഹിറ്റ് ലിസ്റ്റ് കയറുകയാണ്. ഇത് പല റൗണ്ടായി റഡാറിൽ കയറാൻ തുടങ്ങിയിട്ട്. ആദ്യം പറഞ്ഞു പിന്നെ ശ്രീലേഖ IPS ആയിരിക്കും BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു, കെ മുരളീധരൻ ആയിരിക്കും കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു, VK പ്രശാന്ത് ആയിരിക്കും CPMൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ മുരളീധരൻ പറഞ്ഞു, എനിക്ക് ഇനിയും ഒരു മത്സരത്തിനുള്ള ത്രാണിയില്ല, മതി MP സ്ഥാനം, ഞാൻ കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്ന് മുരളീധരൻ പറയുന്നു. പ്രശാന്ത് ആണെങ്കിൽ കഴക്കൂട്ടത്ത് കടമ്പള്ളി സുരേന്ദ്രൻ അകത്താവോ അറസ്റ്റാവോ എന്നുള്ള ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നതുകൊണ്ട് കഴക്കൂട്ടത്തെ പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രീലേഖ IPS ഇത് പറയുമ്പോൾ BJPക്ക് വേണ്ടി വട്ടിയൂർക്കാവിൽ നിൽക്കുമ്പോഴാണ് കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ വന്നു. ഞാൻ അവിടെ ജനിച്ചു വളർന്നു, എൻ്റെ അമ്മയാണ്, പൈതൃകമാണ്, മണ്ണിൽ തൊട്ട് തൊഴുത് കാൽ വന്ദിച്ചൊക്കെ അവിടെ ഇങ്ങനെ എല്ലാ വീടുകളിലും പോയി. കൃഷ്ണകുമാർ ഉറഞ്ഞു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടയിലാണ് സുരേന്ദ്രൻ്റെ ഒരു മനം തുറക്കൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തിരുവനന്തപുരത്തായാലും നിൽക്കാം എന്നൊക്കെ പറഞ്ഞൊരു മനസ്സ് തുറക്കൽ പരിപാടി വന്നു. അപ്പോൾ സുരേന്ദ്രനാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെന്ന് അങ്ങ് ഉറപ്പിച്ചു നമ്മളെല്ലാവരും. ഇപ്പോഴിതാ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ഒന്നുകൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മഞ്ചേശ്വരത്ത് 2 പ്രാവശ്യം കല്യാണം കഴിച്ചതാണ്, പക്ഷേ 2 പ്രാവശ്യവും ചെറിയ വോട്ടുകൾക്ക് പിന്നിൽ പോയി. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് ഞാൻ വിട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. എന്നാൽ അവിടെ അശ്വനിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഒരു പ്രാദേശിക തർക്കവും വന്നിട്ടുണ്ട്. പക്ഷേ സുരേന്ദ്രൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രാദേശിക തർക്കത്തിനൊന്നും കാര്യമൊന്നുമില്ല, അശ്വനിക്ക് വേറെ അങ്ങോട്ടേലും സീറ്റ് കൊടുക്കും. അപ്പോഴാണിതാ പുതിയ പേര്, ശോഭ ചേച്ചിയുടെ പേര്, ശോഭ സുരേന്ദ്രൻ്റെ പേര് വട്ടിയൂർക്കാവിൽ വരുന്നു. ശോഭ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഒരു ഇൻബോൺ ഫൈറ്ററാണ്, ജന്മനാ പോരാളി എന്ന് പറയാം. താൻസി റാണി എന്നൊക്കെ പറഞ്ഞില്ല, ജന്മനാ പോരാളിയാണ്. സൗമ്യഭാവമാണ്, ചിലപ്പോൾ രൗദ്രഭാവമൊക്കെ കാണിക്കും, ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ഷാർപ്പാവും. എന്നാൽ EP ജയരാജൻ വിഷയത്തിലൊക്കെ അവരെ തകർക്കാൻ നോക്കിയിട്ട് അവർ തകർന്നില്ല, വളരെ ബോൾഡായിട്ട് അവർ വന്നു. ആറ്റിങ്ങിൽ വന്ന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അവരെവിടെ പോയി ആലപ്പുഴയിൽ പോയി വലിയ ബഹളം ഉണ്ടാക്കി. KC വേണുഗോപാലിന് വലിയ വിറയൽ വന്നു. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ ശോഭ സുരേന്ദ്രൻ ആയിരുന്നു പോളിൽ മുമ്പിൽ നിന്നത്. പക്ഷെ അവസാനം ശോഭ തോറ്റു. ഇപ്പോൾ ഇതാ വട്ടിയൂർക്കാവിലേക്ക് ശോഭ സുരേന്ദ്രൻ എൻട്രി ചെയ്യുകയാണ്. അതൊരു 1.5 എൻട്രി ആയിരിക്കും. ശോഭ സുരേന്ദ്രൻ ജയിച്ചാലും അത്ഭുതമില്ല. കാര്യം തിരുവനന്തപുരത്തൊരു ട്രെൻഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഇതൊരു ഒരു പടലം പോലെ, ഒരു ജിയോഗ്രഫിക്കൽ റീജിയൻ പോലെ മാറിയിട്ടുണ്ട്. അവിടെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഹിന്ദു കൺസോൾട്ടേഷൻ പോലെ ക്രിസ്ത്യാനികളും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും അവിടെ ഈ 4 മണ്ഡലത്തിലും BJP വെന്നിക്കൊടി പാറിച്ചേക്കാം. അതിലേറ്റവും മുന്തി നിൽക്കുന്ന നേമം തന്നെയാണ്. ഇപ്പോഴും അത് സൈലൻ്റായിട്ട് നിൽക്കുന്നത് നേമം തന്നെയാണ്. പക്ഷേ 2ാം സ്ഥാനത്തേക്ക് വട്ടിയൂർക്കാവ് കയറി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്. അപ്പോൾ ശോഭ സുരേന്ദ്രനാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതിൽ തീപ്പൊരി പാറുന്ന മത്സരമായിരിക്കും. അപ്പുറത്ത് മുരളീധരനാണോ, ഇനി ശബരിനാഥാണോ, അതോ നേരത്തെ തന്നെ മത്സരിച്ച ഒരു വനിതയുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ആ വനിതയാണോ, അതോ പുതിയ ആരെങ്കിലും കോൺഗ്രസിൻ്റെ അവിടെ മത്സരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ഒത്തിരി പേരുകൾ കേൾക്കുന്നുണ്ട്. ദീപകിൻ്റെ പേരുണ്ട്, VK മധുവിൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ PS പ്രശാന്തിൻ്റെ പേരുണ്ട്. പിന്നെ CPMൻ്റെ പല ഉന്നത നേതാക്കളും ഉണ്ടല്ലോ. CPMന് ഒരുപാട് നേതാക്കളുണ്ട്, ഏരിയ നേതാക്കൾ, സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ. അവരാരെങ്കിലും മത്സരിക്കുമോ വട്ടിയൂർക്കാവിൽ എന്നുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും ശോഭ സുരേന്ദ്രൻ്റെ പടയോട്ടമായിരിക്കും വട്ടിയൂർക്കാവിലെങ്കിൽ തീപ്പൊരി പാറുന്ന പ്രചരണവും പ്രസംഗവും പരിപാടികളും ഹാലിളക്കിയുള്ള പ്രചരണ കോലാഹലങ്ങളും എല്ലാം കാണാൻ കഴിയും വട്ടിയൂർക്കാവിൽ. ലാസ്റ്റ് റൗണ്ടിൽ ശോഭ സുരേന്ദ്രൻ ജയിച്ചാലും അത്ഭുതമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ സിനോറിയയിലാണ് ഇന്ന് തിരുവനന്തപുരം ജില്ല നിൽക്കുന്നത്. കേരളത്തിലൊരു 4-5 സീറ്റെങ്കിലും BJP പിടിക്കും എന്നുള്ളതാണ്. BJP 10 സീറ്റ് 20 സീറ്റ് എന്നാണ് പറയുന്നത്, പക്ഷേ അത് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു 2-3-4 സീറ്റെങ്കിലും BJP പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ശോഭ സുരേന്ദ്രനും ചിലപ്പോൾ കണ്ടേക്കാം. PS അച്യുതാനന്ദന് പത്മശ്രീ കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് പിണറായി വിരുദ്ധരുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് പത്മശ്രീ കൊടുത്തുകൊണ്ട് ഈഴവരുടെ ഇടയിൽ ഒരു BJP അനുകൂല തരംഗം, എന്നാൽ ഇപ്രാവശ്യം BJPക്ക് ഇരിക്കട്ടെ ഒരു വോട്ടെന്ന് വിചാരിച്ചൊരു സാധാരണ SNDPക്കാരുടെ മനസ്സിലൊരു തിരിപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. NSS SNDP ഐക്യം
മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ പൊളിഞ്ഞ് പപ്പടം പോലെ, അത് അന്നേ നമ്മൾ പറഞ്ഞാണ് വേറെ വീഡിയോ ചെയ്യാൻ. അങ്ങനെ ആയപ്പോൾ ഇതാ കിടക്കുന്നു, വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ സുകുമാരൻ നായർ. അദ്ദേഹം ആരോടും ആലോചിക്കാതെ പ്രഖ്യാപിച്ചു. ആകെ കുഴഞ്ഞു. ഈ കുഴച്ചിലും വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് BJPക്ക് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായാലും അത്ഭുതമില്ല. ഇത് തിരുവനന്തപുരത്ത് ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിന് ഘടകമായേക്കാം. ശോഭാ സുരേന്ദ്രനാണെന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും ശോഭയുടെ പേര് വളരെ സജീവമായി ഇന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഫെബ്രുവരി ആദ്യത്തിന് മുമ്പ് 100 സീറ്റുകളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 60 സീറ്റുകളിലെങ്കിലും BJP ശക്തമായ ത്രികോണ മത്സരം നടത്താൻ സാധ്യതയുള്ള 60 സീറ്റുകളിലെങ്കിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും. നേമത്ത് കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് PK കൃഷ്ണദാസിനെ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് കാട്ടാക്കടയ്ക്ക് പുതിയ ആൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതും ഒരു ചർച്ചയിലുള്ള വിഷയമാണ്. അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലുള്ളതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ ആറന്മുള, അതുപോലെ സുരേഷ് സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോവളത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതൊരു കൗതുകമാണ്. സുധീർ ആറ്റിങ്ങൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് ഇപ്പം അവിടെ അഡകിടക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടം തന്നെയാണ്, ഇനി പറിച്ചു മാറ്റാൻ പറ്റില്ല. ഒട്ടിച്ചേർന്ന് ഇഴുകി ചേർന്ന് പോയി. ഇനി മാറ്റിയാൽ പിന്നെ കഴക്കൂട്ടം മണ്ഡലം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. പിന്നെ കൃഷ്ണകുമാർ ഇങ്ങനെ ഭൗമി കാമുകനായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട്. പിന്നെ ശ്രീലേഖയുടെ പേര് കറങ്ങുന്നുണ്ട്. സുരേന്ദ്രൻ്റെ പേര് തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായി. പിന്നെ ഇങ്ങനെ പല പേരുകളും ആറന്മുളയിൽ കുമ്മനത്തിൻ്റെ പേര് കേൾക്കുന്നു. ചെങ്ങന്നൂരിൽ MT രമേശിൻ്റെ പേര് കേൾക്കുന്നു. പിന്നെ PS ശ്രീധരൻപിള്ളയുടെ പേര് കേൾക്കുന്നു. MT രമേശ് കോഴിക്കോട് നിൽക്കുമെന്ന് കേൾക്കുന്നു. കോഴിക്കോട് പ്രകാശ് ബാബുവിൻ്റെ പേര് കേൾക്കുന്നു. അശ്വിനിയുടെ പേര് മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു മണ്ഡലത്തിൽ അശ്വിനിയുടെ പേര് കേൾക്കുന്നു. കൃഷ്ണകുമാർ പാലക്കാട് കേൾക്കുന്നു. ഇങ്ങനെ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ കേൾക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകൾ കേൾക്കുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് ഇതിൽ ഇടിച്ച് ഇങ്ങനെ കയറി നിൽക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ കേട്ടെങ്കിലും ഇപ്പോൾ അവസാന ലാപ്പിലെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവാണ്.